എടാ നീ അത് വിട്. അവളെന്തോ അബദ്ധം വിളിച്ചു പറഞ്ഞതാ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവള് പറഞ്ഞ തുടങ്ങിപ്പോളാണോ പാറുവിന്റെ കല്യാണം? അതൊക്കെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. അതെ, നമുക്ക് ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകൾ അങ്ങോട്ട് ആരംഭിക്കാം. മോളെ, ആദ്യം മുത്തശ്ശിക്ക് ദക്ഷിണ കൊടുക്കുക. ഗിരി, ഇവൻ എന്തിനാ ദക്ഷിണ കൊടുക്കുന്നത്? ഗിരിക്ക് പാറുവിന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനം, അതുകൊണ്ട് ദക്ഷിണ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഗിരി, ദക്ഷിണ വാങ്ങിക്ക്. നമ്മുടെ ലൈഫിലെ വില്ലൻ ഉണ്ടല്ലോ, ഇന്ദ്രൻ. അയാൾ ഒഴിവാക്കാൻ ഗിരിയേട്ടൻ നമ്മളെ സഹായിക്കും. ഗിരിയേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. റാണി, എന്താ ആലോചിക്കുന്നേ? ജിമ്മനുണ്ണി എടുത്ത് പൊക്കില്ലാന്ന് വിചാരിക്കുകയാണോ? ഒന്നുമില്ല ചേച്ചി. കമോൺ ടെൽ മീ. കമോൺ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഈ ഉണ്ണി ചെയ്തു തരും. ഈ വലിയ ബോക്സ് എടുത്ത് മണ്ഡപത്തിൽ കൊണ്ടുപോയി വെക്കണം. അത് അവിടേക്കുള്ള സാധനങ്ങളാ. ഞാനെന്താ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാന്ന് വിചാരിച്ചു. എന്നാൽ ഇമാതിരി ചുമട്ട് പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ല. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ ചേട്ടൻ എന്നോട് വന്നത്. ഓ, അതൊക്കെ ശരി തന്നെ കുഞ്ഞി, പക്ഷെ ഇത് പറ്റത്തില്ല. നാളത്തെ മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ ആവണ ആളാ ഞാൻ. എന്നെ കൊണ്ടാണോ ഇമാതിരി പണിയൊക്കെ എടുപ്പിക്കുന്നത്? ഈ ബോക്സ് എടുത്ത് മണ്ഡപത്തിൽ വെക്കാൻ പറഞ്ഞതേ ഉണ്ണിയുടെ അച്ഛൻ തന്നെയാ. അച്ഛനോ? ഉണ്ണിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനോട് പറയാ. അത് വേണ്ട, അത് വേണ്ട. എന്നാ ഇത് തൂക്കിയെടുത്ത് തോളത്ത് വെക്കുക. ഇതുവല്ലോ ആ സോമണ്ണെ കൊണ്ട് ചെയ്യിപ്പിച്ച പോരെ. ഉണ്ണി ഇതെടുത്ത പൊങ്ങില്ല അല്ലേ? അതുകൊണ്ടല്ലേ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നത്. എങ്ങനെ? ഞാനെടുത്ത പൊങ്ങില്ലെന്ന് ആര് പറഞ്ഞു? ജിമ്മിലെ 45ന്റെ 50ന്റെ ഡമ്പലൊക്കെ പുഷ്പം പോലെ അടിക്കുന്ന ആളാ ഞാൻ. എനിക്കാണോ ഈ ചീള് ബോക്സ്? ഇത് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. എന്നാ എടുക്ക്. എടുക്കാം. കുഞ്ഞി ഈ ഫോണൊന്ന് പിടിച്ചേ. എന്താടി ഇരിക്കുന്നേ? ബോക്സ് എടുക്കാൻ പറഞ്ഞപ്പോ ചേട്ടാ ഇത് എന്ത് കാണിക്കാ? മോളെ, ഇതാണ് വാമപ്പ്.
കഴുത്ത് തൊട്ട് അര തൊട്ട് എല്ലാം ഒന്ന് ലൂസ് ആക്കണം. എന്നിട്ടേ ഇതുപോലുള്ള വെയിറ്റ് ഒക്കെ എടുക്കാവൂ. ആ എന്റെ പൊന്നു നമ്പോല, ഇത് ഇപ്പോഴെങ്കിലും ഒന്ന് നടക്കൂ. നീ പൊടി കുട്ടിയാനെ. നിന്ന് അഭ്യാസം കാണിക്കാതെ ഇതൊന്ന് എടുത്തു കൊണ്ടുപോയി വെച്ചേ. ദേ എടുക്കാവടി. ഗിരിയേട്ട, പാർവതിയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പാറു, നേരത്തെ പറഞ്ഞ പോലെ വെളുപ്പിന് 2 മണിക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അത് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വന്നത്. ഗിരിയേട്ടാ, ഞാൻ പറഞ്ഞതുപോലതും കേട്ടോ. വെളുപ്പിന് 2 മണിക്ക് തന്നെ പോണോന്ന്. പാറു പറയുന്ന പോലെ തന്നെ ചെയ്യാം. സിദ്ധാർത്ഥൻ ഡോക്ടർ കാത്തിരിക്കുമല്ലോ. അപ്പൊ ശരി, എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. ബൈ. ആ